ഹായ്, ഇന്ന് ബൂരിക്ക് എങ്ങനെയാണ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അധികം എരിവൊന്നും ഇല്ലാത്ത ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. എരിവ് നമ്മളെ അനുസരിച്ചിടാൻ പറ്റും. നമുക്ക് എങ്ങനെ നോക്കിയാലോ? ഒരു കുക്കറിൽ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക കേട്ടോ. തേങ്ങ, പെരുംജീരകം, പച്ചമുളകും കൂടി അരച്ചെടുക്കുക. വെല്ലുള്ളി, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചിയും, തക്കാളി, 1.5 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും പോലെ എണ്ണ ചൂടാക്കുക. ഉള്ളിയും ഇതെല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ക്യാരറ്റ് വേവണ വരെ വഴറ്റിയാൽ മതി കേട്ടോ. നന്നായി വഴന്നൊന്നും തക്കാളി ഇട്ടിട്ട് തക്കാളി നന്നായിട്ട് വേവിക്കുന്ന വരെ വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീൻസും ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. അതിൽ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കരിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിടുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രം അരിഞ്ഞ് നമ്മൾ വേറെ ആയിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിള വന്നതും നമ്മൾ ആ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. തേങ്ങ നന്നായിട്ട് നന്നായി തിളച്ച് മറിയരുത്. ചെറിയൊരു തിള വന്നതും മല്ലിയില ഇട്ടിട്ട് നമുക്ക് നിർത്താം. അത്രയേ ഉള്ളൂ കേട്ടോ ഗ്രീൻ പീസ് കറി. അധികം എരിവൊന്നും ഇല്ലാത്ത, അധികം മസാല ഒന്നും ചേർക്കാത്ത ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.